ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റവയും നേന്ത്രപ്പഴവും വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു പഴത്തിനെ 4ആയിട്ട് കീറിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ഓയിലോ നെയ്യോ ഒന്നും ചേർക്കാതെ നല്ല സിമ്പിളായിട്ട്, നല്ല ഹെൽത്തി ആയിട്ട്, നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് കേട്ടോ. ഈ ഒരു പലഹാരം നമുക്ക് കുട്ടികൾക്ക് 10 മണിക്ക് സ്നാക്കായിട്ട് വേണമെങ്കിൽ കൊടുത്തയക്കാം. അതുപോലെ തന്നെ 4 മണി ചായയുടെ ഒപ്പം സ്കൂളിൽ വരുമ്പോഴും വേണമെങ്കിലും കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഉപയോഗിക്കുന്ന റവ വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 സ്പൂണോളം വരുന്ന സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് കുഴഞ്ഞു പോകുന്ന പോലെ വാട്ടിയെടുക്കണ്ട. ജസ്റ്റ് എല്ലാതും ഒന്ന് വേറിട്ട് നിൽക്കുന്ന പോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ നന്നായിട്ടൊന്ന് വാടി കിട്ടിക്കോളും. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡോട് കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം കൊണ്ട് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 250 ml കപ്പിൽ 1 കപ്പ് റവ എടുത്ത് വെച്ചിരുന്നത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ക്ലീനായ ഒരു മിക്സിയുടെ ജാർ എടുക്കുക കേട്ടോ, വെള്ളമൊന്നും ഇല്ലാത്ത. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ റവ എടുക്കുന്ന പാത്രത്തിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. ഇത് കറക്റ്റ് മധുരമാണ് കേട്ടോ. ഓവർ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അധികം ചേർക്കാം. പഞ്ചസാരയും റവയും കൂടി ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. റവ പിന്നെ നല്ല ഫൈൻ പൗഡർ പോലെ പൊടിയില്ല, നിങ്ങൾക്കറിയാലോ. ചെറിയ തരിതരിപ്പ് ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ റവയും പഞ്ചസാരയും കൂടി പൊടിച്ചത് മുഴുവനായിട്ട് ഈ ഒരു ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 കോഴിമുട്ടയാണ്. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസ് മതിയെങ്കിൽ അത് ചേർക്കാം. ഞാൻ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ കൂടി ചേർക്കാം. പിന്നെ നിങ്ങളെടുക്കുന്ന റവയുടെ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് വേണമെങ്കിൽ 1/2 കപ്പ് പാലെന്നുള്ളത് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ അധികം ചേർക്കേണ്ടി വരും. എനിക്കിത് കറക്റ്റ് ഭാഗമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ റവ എടുത്ത അതേ കപ്പിൻ്റെ അളവ് തന്നെ ബാക്കി എല്ലാതും എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ് പാല്, അതുപോലെ തന്നെ 1/4 ഗ്ലാസ് പഞ്ചസാര, അങ്ങനെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും റവയും കൂടി പൊടിച്ചു വെച്ചിരിക്കുന്നത് ഈ മുട്ടയിലും പാലും ചേർത്ത മിക്സിയിലേക്ക് കുറച്ചായിട്ട് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. റവ ആയതുകൊണ്ട് കുറച്ചൊന്ന് സോഫ്റ്റായി വരാനുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നമ്മൾ ഈ ചേർക്കുമ്പോൾ കുറച്ച് ലൂസിലാണ് ഉണ്ടാവുക. പിന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഈ റവ ഈ ലിക്വിഡൊക്കെ വലിച്ച് കുടിച്ചിട്ട് ഈ മുട്ടയുടെയും പാലിൻ്റെയൊക്കെ ആ മിക്സ് വലിച്ച് കുടിച്ചിട്ട് കുറച്ചൊന്ന് ടൈറ്റായിട്ട് വരും. ഓവറായിട്ട് ടൈറ്റ് ആവില്ല, ചെറുതായിട്ട് ടൈറ്റായി വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരുത്തരുടെ കയ്യിലിരിക്കുന്ന റവയുടെ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം പാല് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മളെടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റ് ആണെങ്കിൽ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ പാല് അധികം ചേർത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം, കുറച്ചൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൂസിലാണ് നമ്മൾ കലക്കിയത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇതാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അത് 1/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ സ്പൂണിന് ഒരു 1/4 ടീസ്പൂണ് നിങ്ങൾ എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഞാൻ അളവ് സ്പൂണിനാണ് 1/4 ടീസ്പൂൺ എടുത്തിട്ട് ഈ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, മാവിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി ഈ രീതിയിൽ ആയാൽ മതി. ഇനി നമ്മളിവിടെ നേന്ത്രപ്പഴം വാട്ടിയത് നന്നായിട്ട് തണുത്തപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതെങ്ങനെയാണിത് റെഡിയാക്കുന്നത് നോക്കാം.
അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി ഇതിലേക്കൊരു 1 സ്പൂൺ വരുന്ന സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഏതെങ്കിലും സാധാരണ ഓയിലായാലും മതിയാവും കേട്ടോ. വെളിച്ചെണ്ണയേക്കാണ് ഓയിലാണ് ടേസ്റ്റ്. ഇതിന് പകരം നെയ്യും ഈ ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓയിലെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് എല്ലായിടെയും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റവയും പഴമൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ചേരുവയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇത് മുഴുവനായും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നത്. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിവിടെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നിറച്ച് എല്ലാവരും എത്തുന്ന മാതിരി നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഈ പഴമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാവരുടെയും നന്നായിട്ടൊന്ന് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റാണ് നമുക്കിത് ഞാൻ കുക്കിംഗ് ടൈം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മറ്റേ ഈ മുകളിലത്തെ ഭാഗം ഒന്ന് മൊരിയണമെങ്കിൽ മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അടി നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ പാത്രത്തിൻ്റെ അടി കുറച്ച് കട്ടി കുറവാണ്. എന്നാലും കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല മൊരിഞ്ഞാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഇത് കുറച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയിലൊരു പാത്രം വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു ഇത് വരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതേ മിറ്റേം ഭാഗവും ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാനിന്നൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ആറിയതിന് ശേഷമാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി മണമാണ് ഇത് പാത്രത്തിൽ നിന്ന് എടുത്തപ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. നല്ല സൂപ്പർ മണമാണ്. അപ്പോൾ നെയ്യിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ്, നല്ലൊരു അടിപൊളി മണമൊക്കെ ഉണ്ടാകും. നല്ല ആരെടുത്തിട്ടുള്ള ഒരു അടിപൊളി പോളയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. 4 മണി ചായക്കൊപ്പൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. നന്നായിട്ട് ആരൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴവും റവയും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.